ബലാത്സംഗ കേസിൽ ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചതോടെ ഒളിവിൽ പോയ നടൻ സിദ്ദിഖിനായി പോലീസ് തെരച്ചിലിപ്പോഴും തുടരുകയാണ്. കീഴടങ്ങുന്നതാണ് നല്ലതെന്ന് നിയമോപദേശം ലഭിച്ചു. എന്നാൽ അവസാന ശ്രമമെന്ന നിലയിൽ സുപ്രീം കോടതിയെ കൂടി സമീപിക്കാൻ സാധ്യതയുണ്ട്. മുൻകൂർ ജാമ്യം സുപ്രീം കോടതിയിൽ ലഭിക്കുമോ എന്ന കാര്യത്തിൽ സംശയം പല നിയമവൃത്തങ്ങളും രേഖപ്പെടുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു സംഭവം കൂടി, ആ ഒരു ഓപ്ഷനും കൂടി, ആ ഒരു അവസരം കൂടി തേടുകയാണ് ഇപ്പോൾ നടൻ സിദ്ദിഖ്. തടസ്സ ഹർജിയുമായി അതേസമയം പരാതിക്കാരിയും സുപ്രീം കോടതിയെ സമീപിക്കാൻ സാധ്യതയുണ്ട്. തന്നെ കേൾക്കാതെ ഇതിലൊരു തീരുമാനമെടുക്കരുത് എന്നാണ് പരാതിക്കാരി അതിജീവിത പറയുന്നത്. അതിനിടെ സിദ്ദിഖിൻ്റെ വാഹനം ആലപ്പുഴയിൽ കണ്ടതായി പോലീസിന് വിവരം ലഭിച്ചു. പോലീസ് അദ്ദേഹത്തിൻ്റെ പിന്നാലെ തന്നെ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ശ്രീകാന്തും ആലപ്പുഴയിൽ നിന്ന് നിതിൻ അംബുജനും, ആലപ്പുഴയിൽ നിന്ന് മനീഷ് മഹിബാലും, കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജനും, അതുപോലെ തിരുവനന്തപുരത്ത് നിന്ന് സലീം മാലിക്കും നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം ശ്രീകാന്തിലേക്ക്. ഗുഡ് മോർണിംഗ് ശ്രീകാന്ത്. ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. പറയൂ ശ്രീകാന്ത്, ഏറ്റവും അവസാന റിപ്പോർട്ട് കിട്ടുമ്പോൾ പോലീസിൻ്റെ അന്വേഷണം ഏതു വഴിക്കാണ്? അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിക്കുന്ന കാര്യം എന്തായി? വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. നടൻ സിദ്ദിഖിനെ ഇന്നലെ 10:15 ഉത്തരവ് വന്ന് ഈ നിമിഷം വരെയും പിടികൂടാൻ പോലീസിനായിട്ടില്ല എന്നുള്ളതാണ് ഈ ഏറ്റവും ഒടുവിലും നമുക്ക് കിട്ടുന്ന വിവരം. ഇന്നലെ രാത്രി ഏതാണ്ട് ഒരു 11:30 വരെ അഭിഭാഷകന്റെ ഓഫീസിൽ, ഈ സിദ്ദിഖിന്റെ അഭിഭാഷകന്റെ ഓഫീസിൽ തിരക്കിട്ട കൂടിയാലോചനകൾ നടന്നു. നമ്മൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ സിദ്ദിഖിന്റെ മകൻ അവിടെ എത്തി അഭിഭാഷകരുമായി രാത്രിയിലും വൈകിയ വേളയിലും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. നടൻ സിദ്ദിഖ് ഫോണിൽ അഭിഭാഷകരുമായി സംസാരിക്കുകയും ചെയ്തു. രാത്രിയിൽ മുന്നോട്ടുള്ള തുടർന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് അഭിഭാഷകരുമായി അദ്ദേഹം സംസാരിച്ചതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഒരു കാര്യം, ഇതിൽ 99% സുപ്രീം കോടതിയിലേക്ക് പോവുക എന്നൊരു ഓപ്ഷനാണ് സിദ്ദിഖ് മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ അഭിഭാഷകർക്ക് അത് എത്രത്തോളം അവിടെ നിന്നും അനുകൂലമായൊരു നിലപാടുണ്ടാകും എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട്. അതാണ് ഒരു തീരുമാനമാകാതെ ഇത് നീണ്ടുപോകാൻ കാരണം. അവശേഷിക്കുന്ന ആ 1% അത് കീഴടങ്ങലിൻ്റെതാണ്. ഇന്നലെ കൊച്ചി നഗരത്തിലെ അധികം തിരക്കില്ലാത്ത ഒരു പോലീസ് സ്റ്റേഷനിൽ സിദ്ദിഖ് കീഴടങ്ങും എന്ന സൂചനയുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അവിടെ എത്തുകയും ചെയ്തതാണ്. പക്ഷേ തൽക്കാലം ആ ഒരു ഓപ്ഷൻ സിദ്ദിഖ് തിരഞ്ഞെടുത്തില്ല ഇന്നലെ. പക്ഷേ ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു 99% സുപ്രീം കോടതി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. അങ്ങനെയെങ്കിൽ തടസ്സ ഹർജിയുമായി ഈ അതിജീവിതയും സർക്കാരും സുപ്രീം കോടതിയിലേക്ക് പോവുകയും ചെയ്യും. ഇനി ആ 1% അത് കീഴടങ്ങലിൻ്റെതാണെങ്കിൽ 3 ഓപ്ഷനുണ്ട്. ഒന്നുകിൽ കൊച്ചിയിലെ തന്നെ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുക, അല്ലെങ്കിൽ ഈ കേസ് രജിസ്റ്റർ ചെയ്ത മ്യൂസിയം പോലീസ് സ്റ്റേഷൻ, അല്ലെങ്കിൽ അതിന് കീഴിൽ വരുന്ന മജിസ്ട്രേറ്റ് കോടതി. ഇങ്ങനെ ഒരു ഓപ്ഷൻ കൂടി മുന്നിൽ വെച്ചിട്ടുണ്ട്. ഒരു അല്പസമയത്തിനുള്ളിൽ 10 മണിയൊക്കെ ആകുമ്പോഴേക്കും അത് സംബന്ധിച്ച് ഒരു കൃത്യമായ വിവരം കിട്ടും എന്ന് മനസ്സിലാവുന്നു. കാരണം സുപ്രീം കോടതിയിൽ ഇത് ഫയൽ ചെയ്തതിൻ്റെ രേഖകൾ, ഡീറ്റെയിലുകൾ നമ്മൾ തിരക്കുന്നുണ്ട്. അത് കിട്ടിയാൽ അക്കാര്യത്തിൽ കൂടുതൽ ഉറപ്പിക്കാം. അഭിഭാഷകർ തികഞ്ഞ രഹസ്യാത്മകത ഇതിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. SKN. താങ്ക് യു ശ്രീകാന്ത്. യഥാർത്ഥത്തിൽ പോലീസിന് ഇപ്പോഴും അദ്ദേഹത്തിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വിവരം. പക്ഷേ പോലീസ് വ്യാപകമായി വല വിരിച്ചിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതേസമയം സുപ്രീം കോടതിയിൽ കൂടി പോയിട്ട് കീഴടങ്ങിയാൽ മതി, അവിടെയും തീരുമാനം എതിരാവുകയാണെങ്കിൽ മാത്രം മതി കീഴടങ്ങൽ എന്ന രീതിയിലുള്ള നിയമോപദേശവും അദ്ദേഹത്തിന് ലഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. നിതിൻ അംബുജൻ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. നിതിൻ, ഗുഡ് മോർണിംഗ്. നിതിൻ, യഥാർത്ഥത്തിൽ സിദ്ദിഖിന് ഇത് വളരെ അപകടം പിടിച്ച നാളുകൾ തന്നെയാണ്, പറയൂ. SKN, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ ഉള്ളത് കൊച്ചിയിലെ തീരദേശ പോലീസ് ആസ്ഥാനത്ത് മുന്നിലാണ്. ഇവിടെയാണ് SITയുടെ കൊച്ചിയിലെ ക്യാമ്പ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. എന്തായാലും ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടി ഉണ്ടായി ഏതാണ്ട് 24 മണിക്കൂറിലേക്ക് കടക്കുകയാണ്. അപ്പോഴും പോലീസിനെ സിദ്ദിഖ് എവിടെയാണെന്ന കാര്യത്തിൽ ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നലെ കൊച്ചി കേന്ദ്രീകരിച്ച് പരിശോധനകൾ ശക്തമാക്കിയിരുന്നു. കൊച്ചി നഗരം കേന്ദ്രീകരിച്ചും കൊച്ചി റൂറൽ മേഖലകൾ കേന്ദ്രീകരിച്ചും പോലീസ് സിദ്ദിഖിന് വേണ്ടി വലവിരിച്ചിരുന്നു. പക്ഷേ സിദ്ദിഖിനെ കണ്ടെത്താൻ പോലീസ് ഇതുവരെ കഴിഞ്ഞില്ല. നെടുമ്പാശ്ശേരിയിലെ ചില ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച പരിശോധന നടന്നു. പടമുകളിലെ വീടും അതോടൊപ്പം തന്നെ ആലുവ കുട്ടമശ്ശേരിയിലെ വീട്ടിലും പോലീസ് എത്തി അവിടെ പരിശോധന നടത്തി. ഫോണുകൾ സ്വിച്ച് ഓഫ് ആണ്. അതുകൊണ്ട് തന്നെ ഇതുവരെ പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സിദ്ദിഖ് പോകാൻ ഇടമുള്ള മേഖലകൾ അതോടൊപ്പം തന്നെ സിദ്ദിഖിന്റെ സുഹൃത്ത് വലയങ്ങൾ കേന്ദ്രത്തിൽ അന്വേഷണം ഇപ്പോൾ നടന്നു വരികയാണ്. ഏതായാലും ഒരു
കൃത്യമായ നിരീക്ഷണം ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തും നടക്കുന്നുണ്ട്. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം, സിദ്ദിഖിനെതിരെ ശക്തമായ തെളിവുകൾ ഉണ്ടെന്നും അതോടൊപ്പം സിദ്ദിഖിനെ കുരുക്ക് മുറുകുമെന്ന ചില റിപ്പോർട്ടുകളെല്ലാം തന്നെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പേ വന്നിരുന്നു. അപ്പോഴും സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നടപടിയിലേക്ക് കടക്കുമോ, അല്ലെങ്കിൽ ഈ ഹൈക്കോടതിയിലും തിരിച്ചടി ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് നടപടികൾ നേരത്തെ പോലീസ് സ്വീകരിച്ചു എന്നൊരു ചോദ്യമാണ്. നേരത്തെ സിദ്ദിഖിനെ ട്രേസ് ചെയ്ത ഒരു നിലപാട് എന്തായാലും പോലീസിന്റെ ഭാഗത്തും ഉണ്ടായിട്ടില്ല എന്നാണ് ഇന്നലെ പോലീസ് നീക്കങ്ങൾ കണ്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു ഉദാസീനത മനോഭാവം പോലീസ് സ്വീകരിച്ചോ എന്നതും ഇപ്പോൾ പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇന്ന് തന്നെ സുപ്രീം കോടതിയിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ ഒരു അറസ്റ്റ് എന്ന കാര്യത്തിലേക്ക് തന്നെയാണ് അന്വേഷണ സംഘം കടക്കുക. അതിൽ പ്രകാരമുള്ള അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ട്. കൊച്ചി കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇപ്പോൾ പോലീസ് വലവിരിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് പുറത്തുമുള്ള സാധ്യതകൾ പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റ് ജില്ലകൾ, അയൽ ജില്ലകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തും നടന്നു വരുന്നുണ്ട്. എന്തായാലും വൈകാതെ തന്നെ പോലീസിനെ സിദ്ദിഖിനെ പിടികൂടാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് അന്വേഷണ സംഘം വെച്ചു പുലർത്തുന്നത്. അതുപ്രകാരമുള്ള അന്വേഷണം ഇന്നലെ രാത്രിയും കൊച്ചി കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. പ്രധാനമായും 2 യൂണിറ്റുകൾ, ഒന്ന് കൊച്ചി റൂറൽ മേഖലയിലും അതോടൊപ്പം തന്നെ കൊച്ചി നഗര പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇന്നലെ നടന്നു വരുന്നത്. ഇന്നലെ രാവിലെ മുതൽ തന്നെ പ്രധാനപ്പെട്ട ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടന്നു. പക്ഷേ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എവിടെയാണെന്ന കാര്യത്തിൽ ഒരു വ്യക്തത എന്തായാലും പോലീസ് ഇതുവരെ വന്നിട്ടില്ല. വൈകാതെ സുപ്രീം കോടതിയിലേക്ക് പോകുന്ന മുൻപ് തന്നെ ഒരു അറസ്റ്റ് എന്ന നടപടിയിലേക്ക് എന്തായാലും ഇപ്പോൾ അന്വേഷണ സംഘം കടക്കാൻ ആലോചിക്കുന്നത്. അതിന്റെ ഭാഗമായുള്ള അന്വേഷണമാണ് ഇപ്പോൾ കൊച്ചി കേന്ദ്രീകരിച്ച് നടക്കുന്നത്. SKN. ആലപ്പുഴ റിസോർട്ടിലും പോലീസ് സിദ്ദിഖിനായി തെരച്ചിൽ നടത്തിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. വ്യാപകമായ തെരച്ചിൽ സംസ്ഥാനത്തുടനീളം നടത്താനാണ് പോലീസിൻ്റെ നീക്കം. ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് മനീഷ് മഹിബാൽ കൂടി നമുക്കൊപ്പം ചേർന്നു. മനീഷ്, വള്ളംകളിയുടെ ആവശ്യം ആലപ്പുഴയിലൊക്കെ വന്നതിനിടയിലാണ് ഈ വാർത്ത വരുന്നത്. നമുക്ക് വള്ളംകളിയിലേക്ക് കൂടി വരണം. അതിനു മുമ്പ് ഈ പോലീസ് അവിടുത്തെ റിസോർട്ടുകളിലും തെരച്ചിൽ നടത്തിയെന്ന് പറയുന്ന വാർത്തയിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ, അതോ ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുകയാണോ ആളുകൾ? ഗുഡ് മോർണിംഗ് SKN. പോലീസിന് ലഭിച്ചൊരു വിവരം, ഇന്നലെ രാത്രി 11:30 ശേഷം സിദ്ദിഖിന്റെ എന്ന് സംശയിക്കുന്ന സിദ്ദിഖിന്റെ ഓണർഷിപ്പിലുള്ള ഒരു വാഹനം ആലപ്പുഴയിലെ ഒരു പുന്നമടയിൽ ഒരു 5 നക്ഷത്ര ഹോട്ടലിന്റെ മുൻപിൽ കണ്ടതായിട്ടുള്ള വിവരം ആലപ്പുഴ നോർത്ത് പോലീസിന് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ആലപ്പുഴ പോലീസ് ഇന്നലെ ഈ കായൽ ടൂറിസം മേഖലയിലെ റിസോർട്ടുകൾ, ലോഡ്ജുകൾ അടക്കമുള്ള ഹോട്ടലുകൾ അടക്കമുള്ള സ്ഥലങ്ങളിൽ വ്യാപകമായിട്ടുള്ള തെരച്ചിൽ നടത്തി. ഇന്ന് പുലർച്ചെ കൂടി പോലീസ് തെരച്ചിൽ നടത്തിയതായിട്ടാണ് പറയുന്നത്. പക്ഷേ ഒരു കാട് ഇളക്കിയുള്ള തെരച്ചിൽ പോലീസ് ഇപ്പോഴും നടത്തുന്നില്ല. അത്തരത്തിലുള്ള തെരച്ചിലേക്ക് കടക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തിയിട്ടില്ല. കാരണം സുപ്രീം കോടതിയെ സമീപിക്കുന്നത് വരെ ഒളിവിൽ കഴിയാനായിരിക്കും സിദ്ദിഖിന്റെ തീരുമാനം. പക്ഷേ സുപ്രീം കോടതിയിൽ നിന്നും തിരിച്ചടി സിദ്ദിഖിന് നേരിടും എന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു കാട് ഇളക്കി സിദ്ദിഖിന് വേണ്ടി അങ്ങനെ എത്ര പെട്ടെന്ന് പിടികൂടേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോലീസ് നീങ്ങിയിട്ടില്ല. ആ രീതിയിലുള്ള തെരച്ചിലും നിലവിൽ ആലപ്പുഴയിൽ ആരംഭിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു വിവരം പോലീസിന് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പോലീസ് പല സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ചും കായൽ ടൂറിസം മേഖലയിലുള്ള റിസോർട്ടുകൾ കേന്ദ്രീകരിച്ചൊക്കെ തന്നെ ഇന്നലെ രാത്രിയിലും ഇന്ന് പുലർച്ചെയും ഒക്കെ തന്നെ ആരെങ്കിലും വന്നു പോയിട്ടുണ്ടോ, സിദ്ദിഖിനെ സംശയിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകൾ ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന രീതിയിലുള്ള അന്വേഷണം പോലീസ് നടത്തുന്നു. ഒപ്പം തന്നെ സിദ്ദിഖിന് പല വാഹനങ്ങളുണ്ട്. 5-6 വാഹനങ്ങൾ തന്നെ കൊച്ചി, ആലപ്പുഴ കേന്ദ്രീകരിച്ചൊക്കെ പല സമയത്തും പലരുടെ ബന്ധുവീടുകളിലൊക്കെ തന്നെ വന്നു പോകാറുണ്ട്. അങ്ങനെ പോലീസിന് ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ വേണ്ടി വാഹനങ്ങൾ പല സ്ഥലത്തും കണ്ടതായിട്ടുള്ള വിവരങ്ങൾ വന്നൊരു അങ്ങനെ അന്വേഷണ സംഘത്തിന് ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ വേണ്ടി ഇങ്ങനെ വാഹനങ്ങൾ വന്നതാണോ എന്ന സംശയം കൂടിയുണ്ട്. എന്താണെങ്കിലും ഇന്ന് സുപ്രീം കോടതിയെ തന്നെ സമീപിക്കും ഉള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്, സിദ്ദിഖിനെ കാണുന്നത്. പക്ഷേ അന്യ സംസ്ഥാനത്തേക്കടക്കം സിദ്ദിഖ് പോകാനുള്ള സാധ്യതയുണ്ട്. സിദ്ദിഖ് ഇതിനോടകം കീഴടങ്ങുമെന്നുള്ള അഭ്യൂഹം ഉണ്ടായിരുന്നെങ്കിലും പക്ഷേ ആ ഒരു അഭ്യൂഹം തെറ്റായിരുന്നു. സിദ്ദിഖ് കീഴടങ്ങാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. ഇന്ന് സുപ്രീം കോടതിയെ സമീപിക്കുന്നത് തന്നെയാണ് വിവരം. ഒപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കടക്കാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാടിളക്കി ഈ സിദ്ദിഖിനെ എത്രയും വേഗം പിടികൂടണം, അങ്ങനെ ധൃതി പിടിച്ചൊരു അറസ്റ്റ് വേണ്ട എന്ന നിലപാട് തന്നെയാണ് പോലീസിന് ഇപ്പോഴുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. SKN. എന്തായാലും അന്വേഷണ സംഘത്തിൻ്റെ തുടർ നീക്കങ്ങളെക്കുറിച്ച് ഒരുപാട് കഥകൾ നാട്ടിൽ പ്രചരിക്കുന്നുണ്ട്. ഇത് കഥയുടെ കാലമാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. എന്നാൽ വാർത്തകൾ പരതുമ്പോൾ അന്വേഷണ സംഘം വളരെ വ്യാപകമായി ആത്മാർത്ഥമായി തെരച്ചിൽ നടത്തുന്നു തലസ്ഥാന നഗരിയിൽ നിന്നാണ് മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരത്തെ മ്യൂസിയം പോലീസ് സ്റ്റേഷനാണ് കേസെടുത്തിരിക്കുന്നത് നമുക്കറിയാം സിദ്ദിഖിനെതിരെ. സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം ചേർന്നു. സലീം മാലിക്, തിരുവനന്തപുരത്ത് അന്വേഷണ സംഘത്തിൻ്റെ നീക്കം എങ്ങനെയാണെന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ? SKN, നടൻ സിദ്ദിഖ് ഇന്നലെ രാത്രിയോടുകൂടി നമ്മളിപ്പോൾ നിൽക്കുന്ന തിരുവനന്തപുരം മ്യൂസിയം സ്റ്റേഷനിലെത്തി കീഴടങ്ങും എന്നൊരു വാർത്ത പ്രചരിച്ചിരുന്നു. അത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടെ അങ്ങനെ ഒരു സൂചന ലഭിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രി മുഴുവൻ വലിയ നിലയിലുള്ള പോലീസ് അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. മാത്രമല്ല ഈ സ്റ്റേഷന് വെളിയിൽ മാധ്യമപ്രവർത്തകർ നമ്മൾ ഉൾപ്പെടെയുള്ളവർ ഇന്നലെ രാത്രി മുഴുവൻ ഉണ്ടായിരുന്നു. പക്ഷേ രാത്രിയിൽ അങ്ങനെ ഒരു നീക്കവും സിദ്ദിഖിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. പക്ഷേ സിദ്ദിഖ് അങ്ങനെ ഒരു കീഴടങ്ങുന്നതിനെക്കുറിച്ചുള്ള ആലോചന നടത്തിയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിന് പിന്നാലെയാണ് അത് ആദ്യഘട്ടത്തിൽ സുപ്രീം കോടതിയിൽ പോയാലും
അനുകൂല വിധി ഉണ്ടാകില്ല എന്നൊരു അനുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിൽ കീഴടങ്ങിയേക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് സിദ്ദീഖ് വരുന്നത്. പക്ഷേ പിന്നീട് സുപ്രീം കോടതി വിധി കൂടി വന്നതിന് ശേഷം ആ നിലയിലേക്ക് മുന്നോട്ട് പോകാം എന്ന് മാറുകയായിരുന്നു. അങ്ങനെയെങ്കിൽ ഏത് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങണമെന്നുള്ളതായിരുന്നു സിദ്ദീഖുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ ഇപ്പോഴും ആലോചിക്കുന്നത്. അത് ഈ കേസെടുത്ത പോലീസ് സ്റ്റേഷൻ എന്ന നിലയിൽ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ തന്നെ കീഴടങ്ങാം. അതല്ല സംസ്ഥാനത്തെ ഏത് പോലീസ് സ്റ്റേഷനുകളിൽ വേണമെങ്കിലും സിദ്ദീഖിന് ഇത് കേസ് കീഴടങ്ങാം. അതിനുശേഷം ഇവിടേക്ക് ഹാൻഡ് ഓവർ ചെയ്താൽ മതി. അതല്ല കോടതിയിൽ കീഴടങ്ങുക എന്നുള്ളൊരു ആലോചന കൂടി സിദ്ദീഖ് ആലോചിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം ഉടൻ തന്നെ അത് തിരുവനന്തപുരത്തെ കോടതിയിൽ മാത്രമേ കീഴടങ്ങാൻ കഴിയൂ. നിലവിൽ ആ കേസ് നടക്കുന്ന ആ സ്റ്റേഷൻ പരിധിയുമായി ബന്ധപ്പെട്ട് ആ കേസ് എങ്ങോട്ട് പോകുന്നു, ആ കോടതിയിലാണ് സിദ്ദീഖിന് കീഴടങ്ങേണ്ടത്. ആ നിലയിലേക്കൊരു ആലോചന സിദ്ദീഖിന്റെ ഭാഗത്തുനിന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരം പരിസരം കേന്ദ്രീകരിച്ച് തന്നെ ഈ സുപ്രീം കോടതി വിധി വരുന്നത് വരെ ഒന്നുകിൽ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ കൊല്ലത്തോ തന്നെ സിദ്ദീഖ് ഉണ്ടാകാനുള്ള സാധ്യത പോലീസും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോടതിയിലോ അതല്ലെങ്കിൽ സ്റ്റേഷനിലോ കീഴടങ്ങുന്നതിന് മുൻപ് തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു തിരക്കിട്ട നീക്കം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട്. അതിൻ്റെ ആലോചനകളും ഇവിടെ പ്രത്യേക അന്വേഷണ സംഘം ആലോചിക്കുന്നുമുണ്ട്. മാത്രമല്ല പ്രത്യേക അന്വേഷണ സംഘം ഈ സിദ്ദീഖിന്റെ കാര്യം മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ എടുത്ത കേസുകളിൽ അതിൽ വിവിധ കേസുകൾ വിവിധ നടന്മാർക്കെതിരെ ഉള്ളതുണ്ട്. അതിലൊക്കെ ഒന്നിലും അറസ്റ്റിലേക്ക് കടന്നിരുന്നില്ല. അതിനുശേഷമാണ് ഈ അന്വേഷണ സംഘം തന്നെ തീരുമാനിച്ചിരുന്നത് സിദ്ദീഖിന്റെ കേസിൽ കോടതി വിധി വരട്ടെ എന്നുള്ളതായിരുന്നു. ഹൈക്കോടതി അതിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടുകൂടി മറ്റുള്ളവരുടെ വിഷയം കൂടി പ്രത്യേക അന്വേഷണ സംഘം പരിഗണിക്കുകയാണ്. കാരണം ഏതെങ്കിലും തരത്തിൽ സർക്കാരിനും ഒപ്പം തന്നെ പോലീസിനും വീണ്ടും കോടതിയിൽ നിന്ന് വിമർശനം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. അതുകൊണ്ട് തന്നെ പരമാവധി വേഗത്തിൽ കോടതി വിമർശിക്കും മുൻപ് തന്നെ ഇവരെ എല്ലാം അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഓരോ കേസുകളിലും വീണ്ടും അവർ ആ കേസ് ഡയറി ഓപ്പൺ ചെയ്ത് കൂടുതൽ തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം അറസ്റ്റിലേക്ക് കടക്കാനുള്ള നടപടി സ്വീകരിക്കുകയാണ്. അതിനിടയിലാണ് സിദ്ദീഖിനെ ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് തന്നെ അറസ്റ്റ് ചെയ്തത്. അതായത് ഏതെങ്കിലും സാഹചര്യത്തിൽ കോടതിയിൽ കീഴടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് പോലീസിന് ക്ഷീണമാണ്. അതൊഴിവാക്കി പോലീസ് തന്നെ സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കം ഇപ്പോഴും വളരെ വേഗത്തിൽ തന്നെ നടക്കുകയുമാണ്. എസ് കെ. ഓക്കെ, താങ്ക് യു സലീം മാലിക്.